മക്കളെ സ്വിച്ചിട്ട പോലെ മുടി കൊഴിച്ചിൽ നിൽക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളുടെ ഈ സംഭവം ചൂടാറിയിട്ടോ, കണ്ടോ. ഇനി നിങ്ങൾക്ക് ഇത് സ്പ്രേ ബോട്ടലിലാക്കി സൂക്ഷിക്കാട്ടോ ഫ്രിഡ്ജില്. ജോലിക്ക് പോണവരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. സ്പ്രേ ബോട്ടലിലാക്കി സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജില്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടത് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളത് മാത്രം പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ബോട്ടലിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഡെയിലി ഉപയോഗിക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എളുപ്പം നല്ലത് എന്താവും എന്നറിയോ? സ്പ്രേ ബോട്ടലിൽ നിന്ന് അങ്ങനെയാണ് സ്പ്രേ അടിക്കേണ്ടതാവും. പക്ഷെ എനിക്ക് ഇപ്പം തോന്നണത് എന്താണെന്നറിയോ? പഞ്ഞി കൊണ്ട് ഒരു കോട്ടൺ കൊണ്ട് ഇങ്ങനെ തലയിൽ തേക്കാന്നാണ്. കണ്ടോ, ഇതിനൊരു കുപ്പിയുണ്ട്. അപ്പം ഇനി എനിക്കിത് ഒരാഴ്ചത്തേക്ക് ഇനി എവിടേക്കും പോകണ്ട, ഒന്നും ചെയ്യണ്ട. അത് ഡെയിലി രാവിലെ എണീക്കുക, മുടിയിലത്തെ കൂടൊക്കെ കളയുക, എന്നിട്ട് ഇതിൽ കോട്ടൺ കൊണ്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലാട്ടോ, മുടിയിലെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം ഇത് നമ്മളിങ്ങനെ ഒരു കോട്ടൺ എടുക്കുക, കണ്ടോ, ഇങ്ങനെ പഞ്ഞിയിൽ മുക്കുക, എന്നിട്ട് നമ്മളെ മുടിയിൽ നന്നായിട്ട് ഇതിങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് ഉപയോഗിച്ച സ്പ്രേ ബോട്ടലിലാക്കിക്കോ. എനിക്ക് അതൊരു സൂട്ടാവണില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എന്നും ആക്കുക. കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ തേക്കുക. കണ്ടല്ലോ, എന്നിട്ട് ഇതൊക്കെ എല്ലായിടത്തും കൂടി ആവട്ടെ കേട്ടോ. കോട്ടൺ ആകുമ്പോൾ നല്ല ആവും. ഒന്ന് മുക്കട്ടെ. എല്ലായിടത്തും കൂടി ആവട്ടെ കേട്ടോ. സ്കാൽപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മുക്കുകയാണേ. അതൊക്കെ സാവധാനമാക്കിയാൽ മതി കേട്ടോ. പക്ഷെ ഇപ്പം ഇന്ന് ജനങ്ങൾക്ക് തിരക്കല്ലേ അല്ലേ. അപ്പം നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒരുവിധം എന്തൊക്കെ ആയി. അപ്പം ഇത് സ്കാൽപ്പിലൊക്കെ അത്യാവശ്യമായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കയ്യിൻ്റെ വിരലിൻ്റെ തലപ്പ് കൊണ്ട് ഇതിന് നല്ലൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക. കണ്ട, കൈ ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. നല്ല മസാജ് കൊടുക്കണം കേട്ടോ. നമ്മളെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കണ്ണ് ചെമ്പിട്ട കുട്ടികളെ ഞാൻ ഇരിക്കുന്നത്. പ്രകാശമായിട്ടേ ഉള്ളൂ കേട്ടോ. സമയം ഇപ്പോൾ 6:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ ഉണ്ടെന്ന്, അതാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക മുടി. ഒരു 5 മിനിറ്റ് മസാജ്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങളിത് അങ്ങനെ വെച്ചേക്കരുത്. കണ്ടല്ലോ, മസാജ് ചെയ്തു. ഇനി നിങ്ങൾ എന്താ വേണ്ടെന്നറിയോ? ഒരു 10 മിനിറ്റ് അങ്ങനെ വിടുക. അവിടെ ഇരിക്കട്ടെ, മുടി കെട്ടി വെച്ചോളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് അബ്സോർവായി. അപ്പം എണ്ണ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ അബ്സോർവ് ആവില്ല. അപ്പം നമ്മളെ മുടി വളർച്ച കൂട്ടാൻ ഒരു ദോഷമാണ്. അപ്പം എണ്ണ ആദ്യം തേക്കരുത് കേട്ടോ. ഇത് ആദ്യം തേക്കുക. നമ്മൾ എണീറ്റ് വഴിക്ക് തന്നെ പല്ല് തേച്ച് മുഖം കഴുകി ഇത് അവിടെ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ടോ, 10 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ തേക്കാവുള്ളൂ. കണ്ടല്ലോ, ഇനി ഞാൻ മുടിയൊക്കെ കഴിച്ചു. ഇത് നിങ്ങൾ ഇഴകളിലൊക്കെ തേച്ചോട്ടോ, തലപ്പത്തേക്കൊക്കെ തേച്ചോ. ഞാനിനിപ്പോൾ ഇങ്ങനെ ഒറ്റിച്ചാട്ടേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ തേച്ചോ. ഞാൻ തന്നെ അധികം തേക്കലുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ കഴിഞ്ഞാണ്. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചു. കാരണം മുടി കൊഴിച്ചിൽ വന്നിട്ട് എനിക്ക് ഷുഗറൊക്കെ വന്നിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ നിർത്തിയത് ഈ എണ്ണയും ഈ ടോണറും കൂടി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ എണ്ണ അധികം തോനെ എടുക്കണ്ട. കണ്ടല്ലോ, നമ്മളെ രാജീവ് കേശ സഞ്ജീവനിയാണ് കേട്ടോ ഞാൻ തേക്കുക. രാജീവ് കേശ സഞ്ജീവനി. അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ എടുത്തോളൂ കേട്ടോ. ഈ എണ്ണ ഈ ടോണറും കൂടിയായി നിങ്ങളെ മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു ഞാനാ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ എണ്ണ വാങ്ങിയിട്ട് എങ്ങനെയെന്ന് ഇപ്പോൾ കണ്ടിച്ച് തന്നില്ലേ. ആദ്യം നമ്മൾ ടോണർ ഉപയോഗിക്കുക. നല്ല ആറണം കേട്ടോ. നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ അയക്കുന്നു. ഞാൻ 6 മണിയുടെ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ എണീറ്റ് വഴിക്ക് അത് ഉണ്ടാക്കി വെക്കുക എന്ന് ആദ്യം ചെയ്ത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ എണ്ണ തേച്ചിട്ട് വീണ്ടും നല്ലൊരു മസാജ് ഒക്കെ ഉണ്ടല്ലോ. ഈ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കണം. ഞാൻ ഈ പറയുന്ന ചൂടാക്കൽ ഇതാണ്, മനസ്സിലാക്കണം കേട്ടോ. എണ്ണ കൂടുതൽ എടുക്കണം എന്നല്ല, കൈ ഇങ്ങനെ ചൂടാക്കണം. കുറേശ്ശെ എണ്ണ മതി. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആദ്യം ടോണർ, എന്നിട്ട് എണ്ണ. കണ്ടോ, ഇനി നിങ്ങൾക്ക് ഇഴകളിലൊക്കെ വേണമെങ്കിൽ എണ്ണ അങ്ങനെ പുരട്ടാട്ടോ. ഇഴകളിലൊക്കെ എണ്ണ പുരട്ടാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എണീറ്റ വഴിക്ക് മുടി കെട്ടില്ലാതെ വെക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. മുടിയിൽ കെട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി വളരില്ല, മനസ്സിലായല്ലോ. ഇഴകളിൽ നിങ്ങൾ കയ്യിലിട്ട് എണ്ണ ചൂടാക്കണം എന്നൊന്നുമില്ല. പക്ഷേ സ്കാൽപ്പിൽ നിങ്ങൾ ചൂടാക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങളിങ്ങനെ കെട്ടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാവുള്ളൂ കേട്ടോ. മക്കളെ നേരെ 6 മണിയാവണേ ഉള്ളൂ. ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനുള്ള ടോണർ എങ്ങനെ ഉണ്ടാക്കാൻ വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് അളവ് കൂട്ടണം. ഞാൻ ഒരാഴ്ചത്തേക്ക് ഉള്ളതേ ഉള്ളൂ എടുത്തിട്ട്. ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഞാൻ എടുക്കണത് ഒരു 10 ഗ്രാമ്പു ആണ് കേട്ടോ. ഒന്ന് കഴുകീനാണ് 10 ഗ്രാമ്പു. അത് നമുക്ക് ഇതിലിടാം. അപ്പം നിങ്ങൾക്ക് ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ?
ഗ്രാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലയിലെ രക്തയോട്ടം നന്നായി കൂട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മുടിവേരുകൾക്ക് നല്ല ബലം വർദ്ധിക്കും കേട്ടോ. അതോടുകൂടി നമ്മളെ മുടി കൊഴിച്ചിൽ അവിടെ നിൽക്കും, താരനും പോകും, ഫംഗസ് ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് മുടി കിളിർക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താ വെച്ചിട്ടാൽ നമ്മളെ കറിവേപ്പില. കണ്ടോ, കറിവേപ്പില നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനൊരു 4-5 തണ്ട് കറിവേപ്പില. ഇത് നമ്മൾ അരിച്ചിട്ടാണല്ലോ, ഇതിൻ്റെ തണ്ടിന് ദോഷമൊന്നുമില്ല, തണ്ട് പെട്ടുവെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനി നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ തിളയ്ക്കണം. ഇതൊരു 10 മിനിറ്റ് തിളച്ചത് ഇതിൻ്റെ കളറ് മാറട്ടെ കേട്ടോ. അപ്പം നമ്മൾ കറിവേപ്പിലയിൽ എന്തൊക്കെയാണ് അടങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയുമോ? ബീറ്റാ കരോട്ടിനും പ്രോട്ടീനും അമിനോ ആസിഡൊക്കെ ധാരാളം നമ്മളുടെ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ നിർമ്മാണം തന്നെ പ്രോട്ടീൻ കൊണ്ടാണ് മക്കളെ. അപ്പോൾ അമിനോ ആസിഡ് എന്താണ് വേരുകളെ നല്ലോണം ശക്തിപ്പെടുത്തും. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുടി നല്ലോണം കട്ടി കൂടും കേട്ടോ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് പുതിയ കോശങ്ങളെ നിർമ്മിക്കും. അപ്പോൾ നമ്മളെ പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്നു മാത്രമല്ല കേട്ടോ, പഴയ കോശങ്ങളെ പുറന്തള്ളാനും നമ്മളുടെ ഈ കറിവേപ്പിലയ്ക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊരു 10 മിനിറ്റ് തിളച്ച് കുറുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് കട്ടൻ ചായയുടെ പോലെ വരും കേട്ടോ. ഒന്ന് കുറുകട്ടെ. നമ്മളുടെ ഇതിലേക്ക് നന്നായിട്ട് കറിവേപ്പിലയുടെ സത്ത് ഇറങ്ങി ഒരു 10 മിനിറ്റോളം തിളച്ചു. ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് 1/2 ഗ്ലാസ് ആയി കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രാമ്പൂവിൻ്റെ കളറൊക്കെ നന്നായി ഇറങ്ങി ഇതൊരു ലൈറ്റ് കട്ടൻ ചായയുടെ കളറ് വന്നു. കണ്ടോ, ലൈറ്റ് കട്ടൻ ചായയുടെ കളറ് അത്ര ആയിട്ടേ. ഇനി ഇത് നല്ല തണുക്കട്ടെ. ഇനി നമുക്കൊന്ന് അരിച്ചിട്ട് അവിടെ തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഇത് എല്ലാവരും നന്നായിട്ട് അരിച്ചിട്ട് കേട്ടോ തേക്കാവൂ. അപ്പോൾ നമ്മളിത് കപ്പിലേക്ക് കണ്ടോ, 1 കപ്പ് വെള്ളം പാർന്നിട്ട് 1/2 കപ്പായി. കണ്ടല്ലോ, 1/2 കപ്പായി. ഇത് നല്ല തണുക്കട്ടെ കേട്ടോ ഇനി മക്കളെ. അപ്പോൾ നമ്മളുടെ ടോണറൊക്കെ അപ്ലൈ ചെയ്തു, എണ്ണയൊക്കെ അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മളെ ക്യാരറ്റ് ഓയിൽ. വേണ്ടവരൊക്കെ ഓർഡർ എടുക്കണം കേട്ടോ. ക്യാരറ്റ് ഓയിലും നല്ലതാണ് കേട്ടോ. മഞ്ചിഷ്ടി ഇരട്ടി മധുരമൊക്കെ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെളുക്കൂട്ടോ എല്ലാവരും. അമ്മയ്ക്ക് ഇപ്പം നിറയില്ലാത്തത് കളിയൊക്കെ ഉണ്ട് കുട്ടികളെ, അറിയാലോ മക്കളെ. ഇതൊക്കെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് അമ്മ ഉണ്ടാക്കണം. ഗ്യാസിന് വില കൂടിയ സമയം. അപ്പോൾ അടുപ്പ് നന്നായി കത്തിക്കേണ്ട അമ്മ. അപ്പോൾ ഈ തീയിൻ്റെ അടുത്ത് മുഖം കൊണ്ടുപോയി വെച്ചിട്ടും, പിന്നെ നമ്മുടെ വീട് കൃഷിക്കാരാണ് മക്കളെ. വെയിൽ കൊള്ളേണ്ട സാഹചര്യം അമ്മയ്ക്ക് വരാറുണ്ട്. മുറ്റത്ത് കൂടെയൊക്കെ നടക്കാനും പണികൾക്കൊക്കെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ നിറം കുറവ് കണ്ടിട്ട് നിങ്ങൾ ആരും ഇതാക്കരുത്. അമ്മ ഇതിലും കറുത്തിട്ടായിരുന്നു ചർമ്മം കേട്ടോ. അപ്പം നമുക്കിനി ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യാം. കുട്ടികൾ കളിയാക്കണേന് പറയാം കേട്ടോ മക്കളെ, വിഷമമുണ്ടേ പറയാം. കണ്ടോ, അപ്പം നമ്മൾ ക്യാരറ്റ് ഓയിൽ എടുത്തിട്ട് കയ്യിലിട്ട് നന്നായി മസാജ് ചെയ്യുക. അപ്പം നമ്മളെ മുടിയിലത്തെ ഈ സംഭവങ്ങളൊക്കെ പിടിക്കുമ്പോഴേക്കും നമ്മളെ ക്യാരറ്റ് ഓയിലും നമ്മളെ മുഖത്ത് നന്നായി പിടിക്കും കേട്ടോ. നിങ്ങളൊക്കെ ഇത് എണീറ്റ വഴിക്ക് പല്ല് തേച്ച് മുഖം കഴുകി ഫേസ് വാഷോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മുഖം കഴുകിയിട്ട് അപ്പം തന്നെ തേച്ച് വെച്ചോട്ടുണ്ട് കേട്ടോ. അമ്മ തേക്കണ കണ്ടിട്ട് നിങ്ങളാരും വെറുതെ കൂടുതൽ ചൊത്ത വെക്കാൻ അങ്ങനെ വേണം കേട്ടോ. നല്ലതാണ്, പേടിക്കണ്ടല്ലോ കുട്ടികളെ. കിഡ്നി അടിച്ചു പോയി, മറ്റേത് അടിച്ചു പോയി, കണ്ണി കണ്ടത് വാങ്ങി തേച്ചിട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയല്ലേ. അപ്പം നമുക്ക് ആയുർവേദം പേടിക്കണ്ടല്ലോ കേട്ടോ. അത് നമ്മ വീട്ടിലുണ്ടാക്കണത്. അപ്പോൾ വിശ്വസിച്ചിട്ട് എല്ലാവർക്കും വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി അമ്മ 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ. കുറച്ചും കൂടിയൊക്കെ കൈമ്പിലും കാലുമ്പിലൊക്കെ ഒന്ന് തേക്കട്ടെ. പിന്നെ എന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ നിന്ന് ഓർഡർ ചെയ്തോളൂ. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിൽക്കാനുള്ള സംഭവമാണ് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങളിത് ഡെയിലി തേക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ടോണറേ ജോലിക്ക് പോകുന്നവർക്ക് സൗകര്യമാണല്ലോ. എണീറ്റ വഴിക്കന്നെ ഈ ടോണറാണ്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുളിക്കാൻ സമയത്ത് എണ്ണയും തേച്ചിട്ട് മേല് തേക്കുമ്പോഴേക്കും നമ്മളെ എണ്ണ അബ്സോർവായി സ്കാൽപ്പിലേക്ക്. അപ്പോൾ നന്നായിട്ട് മുടി വളരും കേട്ടോ. കറുത്ത് തഴച്ച് വളരും നിങ്ങൾക്ക് മുടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമർന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.